ആദ്യത്തെ കോച്ചിങ് അല്ലേ മോളുടെ? ഓക്കെ, ആദ്യത്തെ കോച്ചിങ്, ആദ്യത്തെ PC എക്സാമിനേഷൻ, ആദ്യത്തെ ജോലി. ICDS സൂപ്പർവൈസർ ലേഡി വാരിയേഴ്സിനെ നമ്മൾ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുകയാണ്. അപ്പോൾ ICDS സൂപ്പർവൈസറുടെ ഫസ്റ്റ് ബാച്ച് അല്ലേ നമ്മളെ? ഫസ്റ്റ് ബാച്ചിൽ തന്നെ സഹകാരിയിലേക്ക് വരികയും അവസാനം വരെയും ഒരേ മോട്ടിവേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും 14ാം റാങ്ക് സ്വന്തമാക്കുകയും ചെയ്ത, അതുപോലെ ആദ്യ അഡ്വൈസ് സ്വന്തമാക്കിയ നമ്മുടെ നദീറ സെഹ്റയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ ഇന്ന് നദീറയുടെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ നോക്കുന്നത്. മോളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് മോളുടെ? ഞാൻ സൈക്കോളജിയാണ് പഠിച്ചത്. സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ആണ്. PG കഴിഞ്ഞു അല്ലേ? ഡിഗ്രിയും PG സൈക്കോളജി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് PG ചെയ്തുകൊണ്ടിരിക്കുകയാണോ അതോ? PG ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇറങ്ങിയപ്പോഴത്തേക്ക് വന്നു. അപ്പോൾ അത് നദീറയ്ക്ക് വേണ്ടി വന്നൊരു സാധനമാണ്. നദീറയ്ക്ക് ഫീൽ ചെയ്ത സമയത്ത്? അതെ, ഞാൻ അല്ലാതെ PSCയെ കുറിച്ച് ഞാൻ തീരെ അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ജസ്റ്റ് ആ PG കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെ ഞാൻ ഏതെങ്കിലും PSC ട്രൈ ചെയ്താലോ എന്ന് വിചാരിച്ച് നോക്കിയ സമയത്ത് തന്നെ ഇത് വന്നു. എങ്ങനെയാ അറിഞ്ഞേ ഇത് വന്നു എന്നുള്ള കാര്യം? വന്നു എന്നുള്ളത് ഞാൻ പോസ്റ്ററായിട്ട് കണ്ട് അറിഞ്ഞു. പിന്നെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി, ഇതിന്റെ കോച്ചിങ് കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ വന്നപ്പോഴാണ് സാറിന്റെ ക്ലാസ് കണ്ടത്. ആ സമയത്ത് ഹോം സയൻസ് അത്യാവശ്യം വൈറലായിരുന്നു. സയൻസിന്റെ ക്ലാസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇല്ലാത്തത് ഹോം സയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് ഹോം സയൻസിനാണ്. സിലബസ് വന്ന സമയത്ത് മാറി. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ സഹകാരിയുടെ വെബിനാറിൽ പങ്കെടുത്തു, തീരുമാനം എടുത്ത് നമ്മൾ ഡിസിഷൻ എടുത്ത് വരികയാണ്. അപ്പോൾ ഡിസിഷൻ എടുക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ ടൂൾസ് ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? തീരുമാനം എടുത്തു. അതിന്റെ പിന്നാലെ ആ ഒരു അങ്ങനെ തീരുമാനം എടുത്താൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ വർക്കൗട്ട് ആവും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സൈക്കോളജി കാരണം അവർ നമുക്ക് അറിയണേക്കാൾ സൈക്കോളജി അവർക്ക് അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ആദ്യത്തെ കോച്ചിങ് അല്ലേ മോളുടെ? ഓക്കെ, ആദ്യത്തെ കോച്ചിങ്, ആദ്യത്തെ PC എക്സാമിനേഷൻ, ആദ്യത്തെ ജോലി. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായിരുന്നു സഹകാരിന് പ്രതീക്ഷിച്ചത്? നിങ്ങൾക്ക് കിട്ടിയത് മറ്റെന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ കുറേ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്ലാറ്റ്ഫോംസ് ഞാൻ നോക്കി, അതിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ളതാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ക്ലാസ്സുകളായാലും അതുപോലെ നോട്ട്സ് ആയാലും ഒക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള നോട്ട്സ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ മെൻറ്ററെ പ്രത്യേകം പറയേണ്ടതുണ്ട്. ശ്രുതി മാം ഒക്കെ പിന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൂടെ നിന്ന് എക്സാം എഴുതാൻ വരുന്ന പോലെ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പീൻസ് ഇരിക്കുന്ന ഒരാളിനെ പോലെ. അതെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മാമിന്റെ അടുത്ത് ചോദിച്ചാൽ മതിയായിരുന്നു. മാം അത് ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ച് ക്ലിയർ ആക്കി പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാറുണ്ട്. അതുപോലെ പിന്നെ ടെസ്റ്റുകൾ കേട്ടോ, വീക്ക്ലി ടെസ്റ്റുകളായാലും ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റുകളും അതുപോലെ മന്ത്ലി ടെസ്റ്റ്, അങ്ങനെ ടെസ്റ്റുകളാണ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എക്സലൻസിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നത് നമ്മൾ ടെസ്റ്റുകൾ, എക്സാംസ് തന്നെയാണ്. അപ്പോൾ എക്സാം പാറ്റേൺ നിങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും സഹകാരിയുടെ ഒരു സക്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് എടുത്താൽ ടോപ്പിക്ക് ബന്ധപ്പെടുത്തി എന്തൊക്കെ ചോദിക്കാൻ പറ്റും, എത്രത്തോളം ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും, അത്രയും ക്വസ്റ്റ്യൻ ആദ്യത്തെ പരീക്ഷ തന്നെ തരാം. അപ്പോൾ അത് നിങ്ങൾ റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇവിടെ ICS സംബന്ധിച്ച് പറയുമ്പോൾ സിലബസ് ചേഞ്ച് ഒരു വല്ലാത്തൊരു അടിയായിരുന്നു എല്ലാവർക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അന്നേ ഞാൻ പറയുമായിരുന്നു, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് റാങ്കാണ്. ICDSലെ ഫസ്റ്റ് റാങ്കാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് കോഴ്സ് തുടങ്ങിയാലും അതിൽ ഫസ്റ്റ് റാങ്ക് നമുക്ക് വരും എന്നുള്ള രീതിയിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള പ്രവൃത്തികളൊക്കെ അതുപോലെയായി മാറും. അപ്പോൾ ഈ സിലബസ് മാറിയപ്പോഴത്തേക്ക് നമ്മൾ ചലഞ്ചായിട്ടില്ല കണ്ടത്, ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കണ്ടത്. എന്താ കാര്യം, കുറേ കുട്ടികൾ പല സ്ഥലങ്ങളിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും അവരെ പോലെയാണ് നമ്മളെ വീട്ടിലും പഠിക്കുന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് എക്സ്ട്രാ ചെയ്യാൻ പറ്റുമെന്നാണ് ആലോചിച്ചത്. അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് ഒന്നാണ് തോന്നിയത്. അത് ആ സമയത്ത് നീ എങ്ങനെ ഹാൻഡിൽ ചെയ്തേ ഈ ഒരു സ്ട്രെസ്? ആ സമയത്ത് ഫസ്റ്റ് കണ്ട സമയത്ത് തന്നെ ഭയങ്കര ടെൻഷൻ. കാര്യം നമ്മൾ ആദ്യം പഠിച്ചു തീർത്ത ഹോം സയൻസ് ആണ്. ഹോം സയൻസ് തലയിരിച്ച് വെച്ചേക്കാണ് സിലബസ്. പക്ഷെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടായില്ല. അതിനകത്ത് ചൈൽഡ് ഡെവലപ്മെന്റ് തിയറീസ് എല്ലാം ആഡായി വന്നു, കുറച്ച് സൈക്കോളജിയുടെ ടോപ്പിക് ആഡായി വന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പഠിച്ചു തുടങ്ങിയപ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല കേട്ടോ. കുറെ കാര്യങ്ങൾ ഡിലീറ്റ് ആയി പോയി, കുറെ കാര്യങ്ങൾ ആഡ് ചെയ്ത് വന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമായി ഇതിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയാണ് കണ്ടത്. അതെ, പിന്നെ എക്സാം കഴിഞ്ഞ സമയത്തും എക്സാം അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് എക്സാം ആയിരുന്നു, നല്ലൊരു ടഫ് എക്സാം ആയിട്ട് ഞാൻ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ചും കൂടി പഠിച്ചവർക്ക് പ്രയോജനം എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, പരീക്ഷ പാടാവാൻ പ്രാർത്ഥിക്കണം. എല്ലാവരും പഠിക്കുന്നവർ പരീക്ഷ പാടാവാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ എന്താണ്, കട്ട് ഓഫ് അതുപോലെ കുറഞ്ഞിരിക്കും, നമുക്ക് ഓപ്പർച്യൂണിറ്റി വരും. അല്ലെങ്കിൽ എളുപ്പമായാലും എന്ത് സംഭവിക്കാം,
പഠിക്കാത്തവർ ഒരു പക്ഷേ കയറി വന്നേക്കാൻ സാധ്യതയാണ്. കഴിഞ്ഞ ഉടനെ ടെൻഷൻ ആയിണ്ടായിരുന്നു, ടഫ് എക്സാം ആയല്ലോ എന്ത് ചെയ്യുന്നു. പക്ഷെ ഇതിന്റെ റിസൾട്ട് വന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ടഫ് ആയതുകൊണ്ട് ആ സമയത്ത് വിളിച്ചിട്ട് മാർക്ക് പറഞ്ഞു നമ്മൾ അല്ലേ. അപ്പൊ നമുക്കറിയാൻ പറ്റും അതൊരു 20-നകത്ത് എന്തായാലും വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ അത്തരത്തിലൊരു എക്സലന്റ് ഇപ്പൊ പരീക്ഷ ഹാളിലുള്ള ഒരു ടെൻഷൻ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്താൽ? ഹാളില് നമ്മൾ ഇത്രയും എക്സാംസ് എഴുതി പോയത് കാരണം നമുക്ക് കൂളായിട്ട് തന്നെ എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെന്ന് പറയുന്നത് കുറച്ച് ടഫായി വന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ ഉള്ളത് നല്ലാതെ, അതായത് നമ്മൾ ആദ്യ സോഷ്യോളജി സൈക്കോളജിയിലോട്ട് എത്തിയില്ല. അതിന് മുന്നേ നമ്മൾ പാനിക് ആവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. സോഷ്യോളജിയിലും സോഷ്യൽ വർക്കിൽ പാനിക് ആവാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പക്ഷെ അതൊന്നും കൂടുതൽ വായിച്ചു നിൽക്കാതെ നമുക്ക് കിട്ടുന്നതിന്റെ അടുത്തേക്ക് പോയി. ആ സമയത്ത് പിന്നെ ടെൻഷൻ ഉണ്ടായില്ല. അപ്പൊ നമ്മൾ ലാസ്റ്റ് എഴുതി വന്നപ്പോഴേക്കും പകുതി കാര്യങ്ങൾ മാത്രമേ നമുക്ക് നല്ല പക്കായിട്ട് അറിയുന്നത്, കറക്റ്റ് ആയിട്ടുള്ളതുള്ളൂ. പിന്നെ രണ്ടാമത്തെ റൗണ്ടിലാണ് ടഫായിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതുപോലെ ലേഡീസ് ഒത്തിരി പേര് നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ വിജയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത് ഇനി പഠിക്കാൻ വരുന്ന ആൾക്കാർ? എന്തായാലും ട്രൈ ചെയ്യണം. നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. മസ്റ്റായിട്ട് നമ്മൾ ട്രൈ ചെയ്യുക. ഞാനും അങ്ങനെ ഒരു അവസരം കിട്ടിയ സമയത്ത് നോക്കാന്ന് വിചാരിച്ചു കണ്ടിട്ട് ഇറങ്ങിയ ആളാണ്. അപ്പൊ എനിക്ക് കിട്ടിയില്ല, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസ നേരുകയാണ്. 14ാം റാങ്ക് നേടിയ നദീറ സഹറയോടൊപ്പം സഹകാരി. താങ്ക് യു.